ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഐ എം എൽ സി ജോസ്. ഇന്നത്തെ നമ്മുടെ വചനം മത്തായി സുവിശേഷം 16:26. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്തു പ്രയോജനം? ഒരുവൻ തൻ്റെ ആത്മാവിന് പകരമായി എന്തു നൽകും? വളരെ വിചിന്തനം ചെയ്യേണ്ട ഒരു ചിന്തയാണിത്. ഇന്ന് മനുഷ്യർ അവൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് ഓട്ടമാണ്. എന്നാൽ ഈ ഓടുന്നതിനിടയിൽ തൻ്റെ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഒരു നിമിഷം നമുക്കൊന്ന് നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാം. നാം എന്തൊക്കെ നേടിയാലും ഈ ലോകം വിട്ടു പോകേണ്ടവരാണ്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് ചരിത്രം പഠിക്കുമ്പോൾ വളരെ വീരനായകനായ ഒരു രാജാവായിരുന്നു അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അദ്ദേഹം ലോകത്തിന് നൽകിയ ഒരു സന്ദേശം വളരെ വിലപ്പെട്ടതാണ്. അദ്ദേഹം രാജ്യങ്ങൾ വിട്ട് രാജ്യങ്ങൾ നേടാൻ വേണ്ടി ഭയങ്കരമായി ഓടുകയായിരുന്നു. ആ ഓട്ടത്തിനിടയിൽ തനിക്കൊരു പനി വരികയാണ്, മലേറിയ പനി. പല ഡോക്ടേഴ്സും പല വിദഗ്ധരായ ഡോക്ടേഴ്സും വന്നു. എന്നാൽ അലക്സാണ്ടർ ദ ഗ്രേറ്റിനെ രക്ഷപ്പെടുത്താൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഈ നേടിയതൊന്നും നേട്ടമായിരുന്നില്ല. തൻ്റെ ജീവനെ രക്ഷിക്കാൻ കഴിവുള്ള ആരും ഈ ലോകത്ത് ഇല്ല. അപ്പോൾ അദ്ദേഹത്തിനൊരു ഉൾക്കാഴ്ച ലഭിക്കുകയാണ്. ഞാൻ എന്തിനു വേണ്ടിയായിരുന്നു ഈ അക്രമങ്ങളും ഈ കൊലപാതകങ്ങളും എല്ലാം നടത്തി എല്ലാം നേടിയത്? വളരെ വേദനാജനകമായ ഒരു നിമിഷങ്ങൾ അദ്ദേഹത്തിലൂടെ കടന്നുപോയി. അദ്ദേഹത്തിന് ഒരു ഉൾവിളി ഉണ്ടാവുകയാണ്. ഇനിയും ഇത് ആരും ആവർത്തിക്കാതിരിക്കാനായി അദ്ദേഹം തൻ്റെ പ്രജകളെ അടുത്ത് വിളിച്ച് പറയുകയാണ്, ഞാൻ എന്തായാലും മരിക്കും. എൻ്റെ ആയുസ് രക്ഷിക്കാൻ ദൈവത്തിനല്ലാതെ ആർക്കും സാധ്യമല്ല. അപ്പോൾ ഞാൻ പോകുന്നതിന് മുൻപ് എനിക്ക് ഈ ലോകത്തിന് ഒരു സന്ദേശം കൊടുത്തിട്ട് വേണം പോകാൻ. ഞാൻ മരിക്കുമ്പോൾ എന്നെ പെട്ടിയിൽ കിടത്തുമ്പോൾ എൻ്റെ കൈകൾ രണ്ടും പുറത്തേക്കിടണം. അപ്പോൾ കാണുന്നവർ മനസ്സിലാക്കും, ഈ നേടിയതൊന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല, എല്ലാം വിട്ട് ഞാനിതാ പോവുകയാണ്. വലിയൊരു സന്ദേശമായിരുന്നു ലോകത്തിന് അദ്ദേഹം നൽകിയത്. സ്നേഹമുള്ളവരെ, നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം. നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. അല്പം ജാഗ്രതയോടുകൂടി 2025 നമുക്ക് വരവേൽക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എൽ സി ജോസ്.